ഇതാണ് മുളയുടെ ഇത് നമുക്ക് ഒരു അങ്ങേറ്റം വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇവിടെ കുറച്ചുകൂടെ വലിയ പശു ഇപ്പോൾ ഇല്ല, ഇത് ഉണ്ടാക്കും. ഉണ്ടാക്കിയ കാരണം ഇവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടേ. പശു ഉണ്ടെങ്കിൽ നമുക്ക് ഈ അതിൻ്റെ തീറ്റ ഇതിനകത്തുണ്ടല്ലോ. അതോടൊപ്പം കണ്ടില്ലേ, ഇത് അതെല്ലാം ഒരേ സൈസാണ്, പക്ഷെ ഇത് വലുതായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചുകൂടെ ഇങ്ങനെ വലുതായത് അവിടെയുണ്ട്. അപ്പോൾ അതേ ലെവലിൽ വന്നാൽ ഒരേ സമയം വരും. പിന്നെ ഈ വാഴ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ തണലാവശ്യമാണ് മുളയ്ക്ക്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അവിടെ നമുക്ക് അത്രയും റബ്ബറാണ്, അതിൻ്റെ അപ്പുറത്ത് വയലാണ്. അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വയലാണ്. അങ്ങോട്ടെല്ലാം പാടങ്ങളാണ്. അവിടെ ഒന്നും കയറത്തില്ല, അവിടെ വെച്ചാൽ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണേ. അപ്പോൾ ഇവിടെ ഈ ബണ്ട് വന്നതുകൊണ്ട് നമുക്ക് അവർ ഇത് കണ്ടേ, ഇതെല്ലാം ഒരേ സമയമുള്ള ഇല്ലയാണ് മുളയുടെ. പക്ഷേ ഇതാ കണ്ടില്ലേ, ചിലർക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. തെങ്ങ് ഉണ്ടായിരുന്നതെല്ലാം ഇങ്ങനെ അത് ഇവിടെ ഒന്നും ചെയ്യാൻ കൃഷിക്കാരില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാരണം. കൃഷിക്ക് ഇപ്പോൾ ആരും നിൽക്കുന്നില്ല, ആളില്ല. പിന്നെ പല വീടുകളിലും കോട്ടയത്തെ സംബന്ധിച്ചോളം എല്ലാം ഇതിങ്ങനെ അടഞ്ഞു കിടക്കുക. കുറേ പ്രായമുള്ളവരുണ്ട്, കൃഷിക്കാരൊന്നുമില്ല. അത് യുവതലമുറ ഇതിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഇതില്ലല്ലോ. അല്ല, അവർക്ക് മാറ്റിയിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇത് അത്രയും വീണ്ടും വളർന്ന് ഇതായി. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ വാഴ വെച്ച് കണ്ട, വാഴ വെച്ചിട്ട് ഒരു കഷ്ടിച്ച് 1 മാസമായിട്ടില്ല. അതിനു മുമ്പ് ഇതെല്ലാം കാടായിക്കഴിഞ്ഞു. മറ്റേ ഇത് വെച്ച് കട്ട് ചെയ്യും, മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കളയും. അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റത്തില്ല. ഇത് മുതൽ തന്നെ ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇത് റബ്ബറിൻ്റെ ഇടയിൽ ഈ റബ്ബറിന് വെട്ടണമെങ്കിൽ ഇവിടെ അത്രയും ഇതാക്കിയിട്ട് എടുക്കാൻ പറ്റും. അല്ല, ഇത് വെട്ടാൻ പറ്റുന്നതാ, ചെറുതല്ല, എല്ലാം ഒരേ സമയമുള്ളതാ. കണ്ടില്ലേ, വെട്ടി വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട, ഇതെല്ലാം ക്ലീനായിട്ട് അടിച്ചിട്ട് തോട് വെള്ളം ഈ തോട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇത് ഇതിൻ്റെ ലക്ഷണം അതാണ്, അവിടുന്ന് വരുന്നതാണ്. ഇനി വെള്ളം നിറഞ്ഞാൽ ഇവിടെ മീൻ വരും, വലിയ മീൻ കിട്ടും. നമുക്ക് മീൻ പിടിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കൃഷി ചെയ്താണ്. ഇവിടുത്തെ ഇതെല്ലാം മാറ്റി ഇപ്പോൾ തേങ്ങയും ഇട്ടു. ഇനി ഈ നിൽക്കുന്നില്ലേ അതിനകത്ത്, അത് ആ വയൽ നമുക്ക് ഉള്ളതാണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുളം അവിടെയാണ്. ഇതെല്ലാം കൂടെ 10 ഏക്കർ വരും. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 3-4 പേരെങ്കിലും ഡെയിലി പണിയും വേണം, ഇല്ലാതെ ഇത് തെളിയത്തില്ല. പിന്നെ ഈ കൃഷി ചെയ്തിട്ട് പ്രയോജനമില്ല. ഇവിടെ ഗവൺമെൻറ് സപ്പോർട്ടില്ലല്ലോ, ഗവൺമെൻറ് സപ്പോർട്ടില്ല. കണ്ടോ, വയലുകളെല്ലാം കിടക്കുക ഇവിടെ. ഇതെല്ലാം പച്ചക്കറി ചെയ്യാം, എന്തെല്ലാം ചെയ്യാം, പക്ഷെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുക. ഇത്രയും സ്ഥലമുണ്ട് കണ്ടോ. ഇതെല്ലാം അറ്റം വരെ ഉണ്ട്. ഇവിടെ ഇത്രയും വെള്ളത്തിന് എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ കൃഷി ചെയ്യാൻ ആളില്ല. നെൽവയലുകളാണ് ഇതെല്ലാം, നെൽവയലുകളാണ്. നെൽക്കോട്ടകളായിരുന്നു, ഇതെല്ലാം നെൽവയലായിരുന്നു. അതെ, അതിൻ്റെ മുകളിലുണ്ട്.